തനിക്ക് ജന്മം നൽകിയ തൻ്റെ പിതാവിനോട് ചോദിച്ചു, അമ്മയ്ക്ക് കീമോ ചെയ്യാനുള്ള പണമെങ്കിലും ഒന്ന് അയച്ചു നൽകണമെന്ന് ഈ മകൻ പറഞ്ഞതാണ്. എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ മോനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അച്ഛാ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ തന്ന് സഹായിക്കണം. ഇവിടെ അമ്മയ്ക്ക് വയ്യാതെ അതൊക്കെയാണ്. എൻ്റെ ഭർത്താവിനോട് ചോദിച്ച, അച്ഛാ ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് പൈസ തരണം, ചിലവിന് പൈസ തരണം. ഒരു 50 രൂപ പൈസ പോലും എൻ്റെ മോൻ 2 മാസം കൊണ്ട് വിളിച്ച് ചോദിച്ചിട്ട് തന്നില്ല. സത്യരെന്ന് പറയുന്ന മാമൻ തന്ന ഒരു ദക്ഷിണ പോലെ ഞാൻ ആ ദൈവത്തെ പോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഓട്ടോ ഡ്രൈവറാണ്. ഓരോ ദിവസവും എനിക്ക് വേണ്ടി ബക്കറ്റ് പിരിവായിട്ട് നടക്കുകയാണ്. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ മോനെ സഹായിക്കാന്ന് പറഞ്ഞത്. ഈ വാർത്ത പുറത്തു വന്നാലുടൻ ഈ മകനെ നിങ്ങളുടെ മകനായി കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഒരു അനുജനായി കണ്ടുകൊണ്ട് ഒന്ന് സഹായിക്കണം. ഞാൻ ആദ്യം തുടക്കം ഈ ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. 4 വർഷം ആയി ഈ ക്യാൻസർ ബാധിച്ചിട്ട്. പക്ഷെ ഞാൻ അറിയാതെ പോയി. ഡോക്ടർ പറഞ്ഞിട്ടാണ് 4ാമത്തെ സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഞാൻ അങ്ങനെ അമൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ പോയിരുന്നു, കാണിച്ചു. പക്ഷേ അവിടെ 5 ലക്ഷം രൂപയോളം സർജറി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നിവർത്തിയില്ല. പക്ഷെ 4ാമത്തെ സ്റ്റേജെന്ന് അന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അതിന് ശേഷം ഒരുപാട് ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ കാണിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞിട്ടാണ് ഞാനിവിടെ അമൃത ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ട്രീറ്റ്മെൻറ്റിൽ വന്നത്. ഇവിടെ വന്ന് ഏകദേശം 2 മാസത്തോളമായി ഇവിടെ വന്നിട്ട്. ഞാനൊരു 20,000 രൂപയും കൊണ്ടായിരുന്നു ഇവിടെ വന്നത്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി. 9 വർഷം കഴിഞ്ഞു കളഞ്ഞിട്ട് പോയിട്ട്. ഈ 9 വർഷം വരെയും ഞാൻ എൻ്റെ മോനെ ഈ ജോലിക്ക് പോയി തന്നെയാണ് വളർത്തിയത്. ഇനി മുന്നോട്ട് എനിക്ക് എങ്ങനെ വളർത്തുമെന്നൊന്നും എനിക്കറിയില്ല. അവൻ 10ാം ക്ലാസ്സാണ്, അറിയാമല്ലോ. നല്ല പൈസ വേണം. പിന്നെ അതിനിടയിൽ ഈ അസുഖം, ഞാൻ എങ്ങനെ അവനെ വളർത്തുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചു വിട്ട. പക്ഷേ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആൾ എന്നെ സഹായിക്കാനോ മുന്നോട്ട് വരാനോ തയ്യാറല്ല. വിളിച്ച് ചോദിച്ചിട്ട്, എൻ്റെ മോൻ വരെ വിളിച്ച് ചോദിച്ചിട്ട് പോലും 1 രൂപ തരാൻ പോലും ആ മനുഷ്യൻ തയ്യാറായിട്ടില്ല. എൻ്റെ വസ്തുവും സ്വർണവും പണവും എല്ലാം അയാൾ പിടിച്ചു വച്ചേക്കുകയാണ്. ഇതൊക്കെ തിരിച്ച് ചോദിച്ച് ട്രീറ്റ്മെൻറ്റിന് പോലും ആ പൈസ തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോഴും ഞാൻ എനിക്ക് സഹായിക്കുന്നെന്ന് പറഞ്ഞ ഈ സത്യരെന്ന് പറയുന്ന മാമൻ തന്ന ഒരു ദക്ഷിണ പോലെ ഞാൻ ആ ദൈവത്തെ പോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ തന്നാണ് ഞാനിപ്പോൾ കീമോ വരെ ചെയ്തു പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത് കാണണം. ഈ മനുഷ്യൻ ഓട്ടോ ഡ്രൈവറാണ്. ഓരോ ദിവസവും എനിക്ക് വേണ്ടി ബക്കറ്റ് പിരിവായിട്ട് നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നോട്ട് ഇനി 1 വർഷം വരെയാണ് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറഞ്ഞതെങ്കിലും തുടർ ചികിത്സയും ആവശ്യമാണ്. രക്ഷപ്പെടുമെന്നൊന്നും നമുക്കറിയില്ല. എല്ലാവരും കൂടെ എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്തണം. എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വലിയ സങ്കടത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനി ജീവൻ നിലനിർത്തുവാൻ വേണ്ടി കീമോ എന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യുവാൻ വേണ്ടി പണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ അറിയിച്ചത് 25 കീമോ ചെയ്യണം, അതിനുശേഷം നമുക്ക് സർജറിയെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ്. ആ സർജറിക്ക് 5 ലക്ഷം രൂപ ചിലവുണ്ട്. പക്ഷേ ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ കഴിയില്ല ഇവർക്ക്. കാരണം അവരുടെ കയ്യിൽ പണമില്ല. ആ പണം കണ്ടെത്തി കൊടുക്കുവാൻ ആകെയുള്ള ആശ്രയം 14 വയസ്സുള്ള ഈ മകൻ മാത്രമാണ്. ഇവനാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളിപ്പോൾ എറണാകുളത്താണ്, അമൃത ഹോസ്പിറ്റലിന് സമീപം. ഇവരൊരു ചെറിയ റൂമിൽ ഇവിടെ ചികിത്സ ചെയ്യുന്ന സാഹചര്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു മുറി. പക്ഷെ അവർക്ക് ആഹാരം പോലും കഴിക്കുവാൻ പണമില്ല. വലിയ സങ്കടമാണ്. ഈ ഒരു സങ്കടം നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് എത്തിക്കുന്നത്. കാര്യം 25ഓളം കീമോ ചെയ്യണം, അതിന് പണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കാര്യം 25 കീമോ ചെയ്തതിന് ശേഷം മാത്രമേ 5 ലക്ഷം രൂപ ചിലവുള്ള ആ സർജറി ചെയ്യാൻ കഴിയൂ. ഇവർക്ക്
മലാശയ ക്യാൻസറാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം. എന്താണ് മോനെ, അച്ഛനെ കണ്ടിരുന്നു? കണ്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു അച്ഛൻ? സഹായിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതുവരെയ്ക്കും തന്നിട്ടില്ല. എങ്ങനെയാണ് കീമോയുടെ ആശുപത്രിയിൽ പോയി അവര് പറയും പോലെയൊക്കെ. അച്ഛനോട് എന്താണ് മോൻ ഇതിനകത്ത് പറയാനുള്ളത്? അച്ഛ, നമുക്ക് പൈസയൊക്കെ തന്ന് സഹായിക്കണം. ഇത് അമ്മയ്ക്ക് വയ്യാതടക്കാണ്, 25 കീമോയുടെ പൈസയെങ്കിലും വേണം. എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ തന്ന് സഹായിക്കണം. അല്ലാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ വേറെ ജീവൻ രക്ഷിക്കണം അല്ലേ? അച്ഛനെ കൊണ്ട് കഴിയും പൈസ തരാൻ അല്ലേ? അതുപോലെ മോനെ സ്കൂളിലാണ് പഠിക്കുന്നത്? ഒറ്റശ്ശേരങ്കൽ ജനാർദ്ദനപുരം സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? മോന്റെ കൂട്ടുകാരോടൊക്കെ നമുക്ക് ചോദിക്കാൻ കാര്യം അമ്മയെ രക്ഷിക്കാൻ അതേ ഉള്ളൂ വഴിയല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൈസയൊക്കെ തന്ന് സഹായിക്കണം. അമ്മയ്ക്ക് വയ്യാതടക്കാൻ 25 കീമോ ഒക്കെ വേണം. പൈസയൊക്കെ തന്ന് സഹായിക്കണം. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അച്ഛനാണെങ്കിൽ തരൂല എന്ന് പോലും അറിഞ്ഞൂടാ. എൻ്റെ കൂടെ പഠിക്കുന്ന ജനാർദ്ദന സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും കുറച്ചെങ്കിലും പൈസ ഒന്ന് സഹായിക്കണം. നിവർത്തിയില്ലാത്തതെന്ന് പറയണേ, കുറച്ചെങ്കിലും പൈസ ഒന്ന് സഹായിക്കണം. സുഹൃത്തുക്കളോട് അല്ലേ? അവരോട് ചോദിക്കാൻ പറ്റൂ അല്ലേ? എവിടെയാണ് ജനാർദ്ദനപുരം സ്കൂള്? ഒറ്റശ്ശേരങ്കലം. അതെവിടെയാണ്? കാട്ടാക്കടയാണോ? കാട്ടാക്കട ആ ഭാഗത്ത് തന്നെ. കാട്ടാക്കട ജനാർദ്ദനപുരം സ്കൂൾ അല്ലേ? എത്ര സ്റ്റാൻഡേർഡിലാണ് മോൻ പഠിക്കുന്നത്? 10ൽ പഠിക്കുകയാണ്. മോന്റെ പേരെന്താണ്? കാർത്തിക്. എനിക്ക് 15 വയസ്സായി. വലിയ സങ്കടമാണ്. ഒരു 15 വയസ്സുള്ള ഒരു മകൻ അവൻ്റെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി. കാര്യം അവൻ്റെ വിശ്വാസമുള്ളത് അവൻ്റെ അധ്യാപകരോടും അവൻ പഠിക്കുന്ന സ്കൂളിനോടും അവിടെയുള്ള സുഹൃത്തുക്കളോടുമൊക്കെയാണ്. എൻ്റെ ഈ അസുഖം മലാശയ ക്യാൻസർ ആണെന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവരെനിക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച തികഞ്ഞില്ല. ഒരാഴ്ചക്കകത്ത് എനിക്ക് മോൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് സഹായം കിട്ടിയിരുന്നു. ആ സഹായങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കീമോയും ഈ സത്യനെന്ന് പറയുന്ന മാമനും എല്ലാവരും കൂടെ എന്നെ സഹായിച്ചു. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്നെ അവർ കൈപിടിച്ച് നിർത്തിയതിന് എൻ്റെ മോൻ്റെ സ്കൂളുകാരോട്, അധ്യാപകരോടും, ടീച്ചേഴ്സ്, പ്രിൻസിപ്പാളോടും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണ് മെയിനായിട്ട് ഇതിൽ പിരിച്ചു പറക്കി ഓരോ ക്ലാസ്സിലും വന്ന് എൻ്റെ മോൻ്റെ ഒരു സഹകരണം കൊണ്ടും എല്ലാം എനിക്ക് വേണ്ടി ആ കുട്ടികളോട് എനിക്ക് പ്രത്യേക ഒരു നന്ദി പറയാതിരിക്കാൻ വയ്യ. തനിക്ക് ജന്മം നൽകിയ തൻ്റെ പിതാവിനോട് ചോദിച്ചു. അമ്മ വളരെ അവശയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. അച്ഛൻ എല്ലാ പിണക്കവും മറന്ന് അമ്മയ്ക്ക് ആഹാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് കീമോ ചെയ്യാനുള്ള പണമെങ്കിലും ഒന്ന് അയച്ചു നൽകണമെന്ന് ഈ മകൻ പറഞ്ഞതാണ്. ഇവന് 15 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ അത് കേൾക്കുവാൻ അവൻ്റെ പിതാവ് തയ്യാറായില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ അമ്മയെ രക്ഷിക്കണം. അതാണ് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ആ മകനും അവൻ്റെ അമ്മയെന്നത് വലിയ പ്രിയപ്പെട്ടതാണ്, വലുതാണ്. അവൻ്റെ അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ഇനി കഴിയുന്നത് വിസ്മയുടെ പ്രേക്ഷകർക്കാണ്, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ആ വിദ്യാലയത്തിനും അവിടെയുള്ള സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കുമാണ്. അവർ ഈ അമ്മയുടെ കീമോ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ നിന്നും അവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ 93,000 രൂപ പിരിച്ചു നൽകി. പക്ഷേ ഇവർ പാതി വഴിയിൽ പകച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടി സഹായിക്കണം. അത് ഈ കീമോ സർജറി ഒന്ന് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. ഇതിനോടൊപ്പം നമ്മൾ നമ്മുടെ പ്രേക്ഷകരോടും പറയുന്നു, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നൽകണം. അത് ഈ മകന് വേണ്ടിയാണ്. നിങ്ങൾ സഹായിക്കണം. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.